സിനിമ എന്നത് വ്യവസായമായി മാറിയിട്ട് കാലം കുറച്ചായി. പലപ്പോഴും സിനിമയെ അതിന്റെ കണ്ടന്റിനും അപ്പുറം കളക്ഷൻ എന്ന കാര്യവുമായി കൂട്ടിയിണക്കിയാണ് ഇപ്പോഴത്തെ ഒരു സംസാരം. അതുകൊണ്ട് തന്നെ കോടി ക്ലബ്ബുകളും ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. 50 കോടിയിൽ തുടങ്ങി 2000 കോടി വരെയുള്ള ക്ലബ്ബുകൾ ഇന്ത്യൻ സിനിമയിൽ തുറന്നിട്ടുണ്ട്. വിശാലമായ ഈ സാധ്യതകൾ മലയാള സിനിമയിലേക്കും കടന്നു വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. മലയാളത്തിൽ 100 കോടി ക്ലബിന് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ്. മലയാളത്തിൽ നിന്ന് 200 കോടി ക്ലബിലും ചിത്രം കയറിയിട്ടുണ്ട്. എങ്കിലും പൊതുവെ ഇപ്പോൾ കളക്ഷൻ കണക്കുകൾ പറയുമ്പോൾ ഒരു ബെഞ്ച് മാർക്കൊക്കെയായി കണക്കാക്കപ്പെടുന്നത് 100 കോടി തന്നെയാണ്. ഇപ്പോഴിതാ പുതുവർഷത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ മോളിവുഡിന്റെ 100 കോടി ക്ലബ്ബ് അപ്പാടെ മാറിയിരിക്കുകയാണ്. ഈ വർഷം പുതുതായി ഒരു ചിത്രം കൂടി പട്ടികയിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ റിലീസായ ഉണ്ണി മുകുന്ദൻ ചിത്രമായ മാർക്കോയാണ് പട്ടികയിലേക്ക് അവസാനമായി കടന്നു വന്നത്. ഇത് ചിത്രങ്ങളുടെ കാര്യം. ഇനി സോളോ ആയി 100 കോടി ക്ലബിൽ ഇടം നേടിയ നായകന്മാരുടെ പേരുകൾ പറയുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ചില സർപ്രൈസുകൾ കൂടിയുണ്ട്. മലയാളത്തിലെ തന്നെ ഒരു മുതിർന്ന സൂപ്പർ താരത്തിന് ഈ പട്ടിക ഇപ്പോഴും അന്യവുമാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ മമ്മൂട്ടി തന്നെയാണ്. കഴിഞ്ഞ വർഷം വൻ തരക്കം തീർത്ത മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഉണ്ടായിട്ട് കൂടി മമ്മൂട്ടിക്ക് ഇപ്പോഴും 100 കോടി ക്ലബിൽ തീണ്ടാപ്പാട് അകലെയാണ്. ഭ്രമയുഗം, ടർബോ, എബ്രഹാം മോസ്ലർ എന്നിങ്ങനെ ഒന്നിലധികം റിലീസുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി മമ്മൂട്ടിക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതുമില്ല. മലയാളത്തിൽ 100 കോടി ക്ലബ്ബുകളിൽ എത്തിയ താരങ്ങളിൽ ഒന്നാമത് മോഹൻലാൽ തന്നെയാണ്. മലയാളത്തിൽ ആദ്യ 100 കോടി കളക്ഷൻ നേടിയത് മോഹൻലാലിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റായ പുലിമുരുകൻ എന്ന സിനിമയാണ്. 2016 പ്രദർശനത്തിനെത്തിയ ചിത്രം 137 കോടിയിലധികം നേടിക്കൊണ്ടാണ് കളക്ഷനിൽ വൻ നേട്ടം കൊയ്തത്. ഈ ചിത്രത്തിന് ശേഷമാണ് ശരിക്കും മലയാളത്തിന്റെ മാർക്കറ്റ് കൂടുതൽ വിപുലീകരിക്കപ്പെട്ടത്. ലൂസിഫർ എന്ന ചിത്രം കൂടി മോഹൻലാലിന്റേതായി 100 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട്. 175 കോടിയിലധികം രൂപയാണ് ചിത്രം നേടിയത്. മലയാളത്തിൽ 100 കോടി ക്ലബിൽ എത്തിയ പ്രായം കുറഞ്ഞ താരം നസ്ലിനാണ്. താരത്തിന്റെ പ്രേമലു ആഗോളതലത്തിൽ 136 കോടി രൂപയോളമാണ് നേടിയത്. മമ്മൂട്ടിക്ക് പോലും സാധിക്കാത്ത നേട്ടമാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പട്ടികയിൽ പിന്നീട് പേരുള്ളവർ പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ടൊവിനോ തോമസ്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉണ്ണിമുകുന്ദനും കൂടി എത്തിയതോടെ പട്ടിക പൂർണ്ണമായി. ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ആസിഫ് അലി, യുവതാരങ്ങളും ദിലീപ്, സുരേഷ് ഗോപി എന്നീ സീനിയർ താരങ്ങളും മാത്രമാണ് ഇനി കളക്ഷനിൽ ഈ നേട്ടം കൈവരിക്കാനുള്ളത്.